ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ പെപ്പേഴ്സ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേരള ചിക്കൻ ഫ്രൈ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. അപ്പോൾ ആദ്യം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നല്ല ബോൺസൊക്കെ ഉള്ള ചിക്കനാണ്. ഇത് ഒരു കിലോയോളം ഏകദേശം വരുന്ന ചിക്കൻ പീസസ് ഒരു ഇടത്തരം പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചെടുത്തത്. ഇത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സിയിൽ നല്ലോണം അരച്ചെടുത്തതാണ്. ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. അതായത് ഒരു ചെറിയ പീസ് കറുവാപ്പട്ട, 2-3 ഗ്രാമ്പൂ, 3-4 ഏലക്ക, ഒരു ടേബിൾ സ്പൂണോളം വരുന്ന പെരിഞ്ജീരകം, 2 നുള്ളു ജീരകം. ഇത് ഇത്രയും ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാല. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് നാരങ്ങാ നീരും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നാരങ്ങാ നീര് ഒരു ചെറിയൊരു പുളി വേണമെന്നുള്ളവർക്ക് നാരങ്ങാ നീര് ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയുമാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇതിനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ചിക്കനിലേക്ക് ഈ പറഞ്ഞ പൊടികളെല്ലാം പുരട്ടി മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനായിട്ട് ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂണോളം വരുന്ന ഗരം മസാല. ഇത് ഇത്രയും ഒന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം കഷ്ണങ്ങളിലെല്ലാം നല്ലോണം റബ്ബ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കൻ ഫ്രൈ ഞാൻ എയർ ഫ്രയറിലാണ് തയ്യാറാക്കുന്നത്. എയർ ഫ്രയർ നമുക്ക് ഹെൽത്തി ആയിട്ട് ഈ റോസ്റ്റ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരു കിച്ചൺ എക്യുപ്മെൻ്റാണ് എയർ ഫ്രയർ എന്ന് പറയുന്നത്. അത് ഇനി എയർ ഫ്രയർ ഇല്ലാതെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ മസാലയെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ച് ഒരു 10-15 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഒരു പാൻ ചൂടാക്കി ഈ കഷ്ണങ്ങളെല്ലാം അതിലിട്ട് പാൻ മൂടി വെച്ച് വേവിച്ചെടുക്കുക. ചിക്കൻ ആവശ്യത്തിന് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുക. ചിക്കൻ ഒന്ന് വെന്ത് നല്ല ഒന്ന് ആ ചാറൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്ക് അതിലൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഫൈനലായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതാണ് എയർ ഫ്രയർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ചിക്കൻ കഷ്ണങ്ങൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. നാരങ്ങാ നീരും ചേർക്കുക. നല്ല മസാലയൊക്കെ എല്ലാ വശത്തേക്കും പിടിപ്പിച്ച് കൊടുക്കണം. അതായത് എല്ലുള്ള കഷ്ണങ്ങളാണെങ്കിൽ ഇങ്ങനെ നല്ലോണം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ പീസസ് നമ്മൾ മസാലയെല്ലാം ഇട്ട് വെച്ച് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇനിയൊരു 15-20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനി എയർ ഫ്രയറിൽ വെച്ച് നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എയർ ഫ്രയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഇതിപ്പോൾ ഒരു 350 ഫാരൻഹീറ്റിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ഞാനിനി വേറെ ഓയിലൊന്നും ഇതിൽ ചേർക്കുന്നില്ല. കാരണം നേരത്തെ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലൊക്കെ നല്ലോണം ഓയിൽ ചേർത്താണ് അരച്ചെടുത്തിരിക്കുന്നത്. കോക്കനട്ട് ഓയിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു കേരള ചിക്കൻ ഫ്രൈ ആണ്. അരപ്പെല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ വെക്കുക. ഇപ്പം നമ്മൾ ചിക്കൻ പീസസ് എല്ലാം എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിലേക്ക് വെച്ച് കഴിഞ്ഞു. ഇതിനി ബാസ്ക്കറ്റ് ഇതിലേക്ക് സ്ലൈഡിങ് ചെയ്തിട്ട് ആദ്യം ഇതൊരു 20-25 മിനിറ്റ്സ് കൊണ്ട് റെഡിയാവും. അപ്പോൾ ഇതിൻ്റെ റീഡിങ് നമുക്ക് ഒരു 20 സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിവിടെ ഇരുന്ന് കുക്കാവട്ടെ.
അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ അടിപൊളി ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കുകളും എൻ്റെ ചാനലിലേക്ക് എന്നെ അറിയിക്കുക. അടുത്ത ഒരു കിടിലൻ റെസിപ്പിയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.